പുതിയ മന്ത്രി എത്തും മുൻപ് കൂട്ട സ്ഥലം മാറ്റം. മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഈ സ്ഥലം മാറ്റങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു. ഗതാഗത വകുപ്പിലാണ് കൂട്ട സ്ഥലമാറ്റ നടപടി. കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു മുൻപാണ് ഉത്തരവിറങ്ങിയത്. ഇന്ന് രാവിലെയോടെ ഉത്തരവ് മരവിപ്പിച്ചു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എന്താണ് ഈ സംഭവം? ആര്യ, ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള രംഗപ്രവേശം തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു ഉത്തരവ് വെട്ടിക്കൊണ്ടാണ്. ഇന്നലെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിൽ 18 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പ്രൊമോഷനും അതിനൊപ്പം തന്നെ 57 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലമാറ്റവുമാണ് ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കകം, അതായത് ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകം പുതിയ മന്ത്രി ഈ സ്ഥലമാറ്റത്തിൽ ഇടപെട്ടു. ഇന്ന് രാവിലെയോടെ തൽക്കാലം ഈ സ്ഥലം മാറ്റം നടപ്പാക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഗതാഗത വകുപ്പിന്റെ തലപ്പത്ത് നിന്ന് വന്നിരിക്കുന്നത്. ആ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല, പക്ഷേ അത് മരവിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി ആന്റണി രാജു ഉള്ളപ്പോൾ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റ വിവാദം പുകയുന്നുണ്ടായിരുന്നു. ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഒരു സ്ഥലം മാറ്റം ഇതുപോലെ പുറത്തിറങ്ങി. അതിൽ വിചിത്രമായ മാനദണ്ഡങ്ങളാണ് ആ സ്ഥലമാറ്റത്തിന് പരിഗണിച്ചിരുന്നത്. ആ മാനദണ്ഡം ചോദ്യം ചെയ്തുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. പിന്നീട് ക്യാറ്റ് ഈ ഉത്തരവ് മരവിപ്പിച്ചു. അതിനു പിന്നാലെ വീണ്ടും ഒരു സ്ഥലമാറ്റ ഉത്തരവിറങ്ങി. അതിൽ ചില ഉദ്യോഗസ്ഥർ ആ സ്ഥലമാറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചില ഉദ്യോഗസ്ഥർ ദൂരേക്ക് സ്ഥലം മാറി പോവുകയും ചെയ്തു. ആ ദൂരേക്ക് സ്ഥലം മാറിപ്പോയവരെ കൂടി അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് ഇന്നലെ ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത്. അതാണിപ്പോൾ കെ ബി ഗണേഷ് കുമാർ മന്ത്രി ഇടപെട്ടുകൊണ്ട് മരവിപ്പിച്ചു വച്ചിരിക്കുന്നത്.